ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം ഇപ്പോൾ നമ്മൾ ശ്രീകണ്ഠാപുരത്തേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ശ്രീകണ്ഠാപുരം ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകണ്ഠാപുരം ടൗണിൽ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെ ചെന്നിട്ട് അവരോട് ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ഫിലിം ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ഓഡിയോസ് കേൾപ്പിച്ചിട്ട് അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക, അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവർ എന്തൊക്കെയാണ് പറയുന്നത്, അവർ ഉത്തരങ്ങൾ പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് കണ്ടറിയാം. അപ്പം ശ്രീകണ്ഠാപുരം ടൗൺ. അപ്പോൾ ഞാനൊരു ഓഡിയോ കേൾപ്പിക്കാം. അപ്പോൾ അത് ഏത് പടത്തിലാണെന്ന് ചേട്ടൻ കേട്ടിട്ടെന്ന് പറയണേ. ഓക്കെ, പറഞ്ഞ സമ്മാനം ഉണ്ടോ കേട്ടോ? ഓക്കെ. അറിയാമോ? ചാന്തുകൊട്ട ഉറപ്പാണോ? ഓക്കെ, ഇതാരെ പറയുന്നതായിരുന്നു അറിയോ? ഡയലോഗ് ആരോടെ പറയുന്നറിയോ? അത് ഡാൻസ് കളിക്കുന്ന കുട്ടികളല്ലേ? ഉറപ്പല്ലേ? ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാണ് കേട്ടോ. ചേട്ടൻ ഒരുപാട് പടങ്ങൾ കാണാറുണ്ടല്ലേ? ഓക്കെ, ഇപ്പം കുറവ് പണ്ടെല്ലാം കാണണ്ടായിരുന്നു. ചേട്ടൻ്റെ ഉത്തരം ശരിയായതുകൊണ്ട് ചേട്ടൻ എൻ്റെ സ്നേഹത്തിൻ്റെ വളരെ ചെറിയൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. എന്നാ ഒന്ന് കേട്ട് നോക്കൂ. ചട്ടമ്പിനാടാൻ തോന്നി. ചട്ടമ്പിനാടാ? കൺഫേം ആണോ? ഉറപ്പിക്കാമോ? ഇതാരെ പറയുന്നത് കൂടെ അറിയോ? ഉറക്കെ ഉത്തരം ഏതാണ്? സുരാജ് അഞ്ഞാറുണ്ടല്ലേ? ചട്ടമ്പിനാണല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. അപ്പം ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയായതുകൊണ്ട് ചേട്ടൻ്റെ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചെറിയൊരു സമ്മാനം. ഓക്കെ, അതിനകത്ത് ഞാനൊരു ചെറിയ യൂട്യൂബറാണ്. അപ്പം ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, എൻ്റെ പേര് അമൽ എന്നാണ്. അപ്പം ഞാനൊരു ഫിലിമിൻ്റെ ഓഡിയോ കേൾപ്പിക്കും, ശബ്ദം കേൾപ്പിക്കും. ഓക്കെ, അപ്പോൾ അത് ഏത് പടത്തിലാണെന്ന് ആ സൗണ്ട് കേട്ടിട്ട് ഒന്നെങ്കിൽ ആരാണെന്ന് പറയണം, അതുപോലെ തന്നെ അത് ഏത് പടത്തിലാണെന്ന് പറയണം. ഓക്കെ അല്ലേ? എന്നൊരു മിനിറ്റ് പിടിച്ചോ, ഫോൺ പിടിച്ചോ, ഞാൻ കേൾപ്പിക്കാം. എന്താണെന്നുണ്ടോ? ആരാണ് പറയുന്നത്? പറയുന്നത് ആരാണ്? ഇയാള് മറ്റേ വെഞ്ഞാറമൂടില്ലേ? സുരാജാണോ? സുരാജ് ചട്ടമ്പീനാണ്. ചട്ടമ്പീനാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ ഉത്തരം വളരെ ശരിയാണ്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ഉത്തരമാണ്. ഓക്കെ, ചേട്ടൻ ഫിലിമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ചേട്ടൻ ചെറിയ സ്നേഹത്തിൻ്റെ ഭാഷ എൻ്റെ ചെറിയൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു. എൻ്റെ നാട് പയ്യാവൂർ. ഞാൻ ഫിലിമിൻ്റെ ഒരു ഓഡിയോ കേൾപ്പിക്കും. ഓക്കെ, ഞാനൊരു ചെറിയ യൂട്യൂബറാണ്. ഓക്കെ, അപ്പം ആ ഫിലിമിൻ്റെ ഓഡിയോ അത് ഏത് പടത്തിലാണെന്ന് പറയണം. പറ്റുവാണെങ്കിൽ ആരാ പറയുന്നത് കൂടെ പറഞ്ഞു. ഓണാക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഞാൻ പടം കണ്ടിട്ട് വർഷങ്ങളായി. അത് കുഴപ്പമില്ല, ഒന്ന് കേട്ട് നോക്കിയോ. പ്ലേ ചെയ്തോ, ഞാൻ പറയുമ്പോൾ നടക്കി നോക്കിയാൽ മതിയാ. ഞാൻ കാണിച്ചു തരാം. യൂട്യൂബറാണ് സിനിമാണത്തെ. പടം ചേട്ടനറിയാം? ഇതാരും കേട്ടിട്ടില്ല, എവിടെയും കേട്ടിട്ടില്ല. ഇത് പിന്നെ ദിലീപിൻ്റെയാണ്. ദിലീപ് നായകനായിട്ടുള്ള പടമാണ്. ഓക്കെ, ഉത്തരം ഒരാൾ ചോദിക്കുന്ന ആൾ മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ. എനിക്ക് ഒരാൾ ഉത്തരം മതി. ഞാൻ പറയാം. ചാവിട്ടല്ലോ? ചാന്ത് പൊട്ട്. ക്ലൂ എന്നാൽ എല്ലാവരും പറയുന്നില്ലല്ലോ. ആ പുള്ളിക്ക് ഞാൻ ക്ലൂ കൊടുത്തായിരുന്നു. ചാന്ത് പൊട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ക്ലൂ കൊടുത്തപ്പോൾ ചേട്ടൻ ഉത്തരം പറഞ്ഞു കേട്ടോ. ചാന്ത് പൊട്ട്. ഓക്കെ, ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തപ്പോൾ ചേട്ടൻ ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ സ്നേഹത്തിന് വളരെ ചെറിയൊരു സമ്മാനം. താങ്ക് യു. ഓക്കെ, ബൈ. ശരി, ഓക്കെ, ഞാൻ ഇപ്പോൾ ഓഡിയോ കേൾപ്പിക്കാവേ. അത് ഏത് പടത്തിലാണെന്ന് പറയണേ. ഓക്കെ, അത് പറയുന്ന ആരാന്ന് കൂടി പറഞ്ഞാലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കേൾക്കാൻ റെഡി അല്ലേ? പറയാൻ മനസ്സിലാവുന്നുണ്ടോ? പടം മനസ്സിലായില്ല. സുരാജ് വെഞ്ഞാറമൂടാണ്. ഓക്കെ, പണം പറഞ്ഞാൽ സമ്മാനമുള്ളൂ. ഓർക്കുന്നില്ല എന്നാലും ചെറുതായിട്ടെങ്കിലും പടം ഓർമ്മ കിട്ടുന്നില്ല. സൗണ്ട് മനസ്സിലായി. സുരാജ് വെഞ്ഞാറമൂട്. പടം ചായയിലും എല്ലാം തുടങ്ങുന്നത് അറിയോ? എന്തെങ്കിലും അതിൻ്റെ നടനാരെന്നറിയോ? പടത്തിലെ ആ പടത്തിൽ നടനാരെന്നറിയോ? പടത്തിലെ നടൻ, പടത്തിലെ ആ സിനിമയിലെ നടൻ. ആ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ നടൻ ഓർമ്മ ഉണ്ടാവില്ല. അത് ഫേമസ് നടനാണ്, ഒരു മെഗാ സ്റ്റാറാണ്. അത്ര പറയല്ലേ? ചേട്ടൻ സപ്പോർട്ടില്ല. ഒരു മെഗാ സ്റ്റാറാണ് നടൻ. ചേട്ടൻ വീണ്ടും ഉത്തരം പറയാൻ കേട്ടോ. അറിയാം, ഉത്തരം അറിയാം. ആ സിനിമയുടെ പേര് പറഞ്ഞാൽ ഉത്തരം അറിയാം. ഓടി കേട്ടല്ലേ?
മമ്മൂട്ടിയുടെ സിനിമയിൽ ദശമൂലം സുരാജിന്റെ ക്യാരക്ടറിനെ ചേട്ടനറിയോ? എനിക്കറിയാം. ക്ലൂ അതിൻ്റെ അത് പടത്തിന്റെ പേര് സ്റ്റാർട്ടിങ് ചാന്നാണ്. ചാ ചാ ഒരു വർഷം കൂടെ ഞാൻ പറയാം. ചാ. ചട്ട. ഓക്കെ, എല്ലാവരും കൂടിയാണ് ഉത്തരം പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ചേട്ടൻ ഉത്തരം പറയാൻ പറ്റിയത്. എന്തായാലും ഉത്തരം ചട്ടമ്പി നാടാണ് കേട്ടോ. ചട്ടമ്പി നാട് ഉത്തരം ശരിയാണ് കേട്ടോ. എല്ലാവരും കൂടി അപ്പം ചേട്ടൻ എല്ലാവർക്കും കൂടി സമ്മാനം കൊടുക്കണം കേട്ടോ. ഞാൻ ചേട്ടൻ സമ്മാനിച്ചാലും ചേട്ടൻ എല്ലാവർക്കും കൊടുക്കും. അപ്പം എല്ലാവരും കൂടി സഹായിച്ച് ചേട്ടൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ഞങ്ങൾ ചെറിയൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാനൊരു ഓഡിയോ ചോദിക്കും. ഓക്കെ, ആ ഓഡിയോയിൽ ഉത്തരം അത് ആരെ പറഞ്ഞാന്ന് പറയണം. പറ്റുവാണെങ്കിൽ അത് ഏത് സിനിമയിലാന്ന് പറയണം. ഓക്കെ, ഓക്കെ അല്ലേ? സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഒരാളെ പറഞ്ഞാൽ മതി ഉത്തരം. സലീംകുമാറാണ്. മൂസ. ഓക്കെ അല്ലേ? ഉറപ്പല്ല. ഈ സിനിമ നടന്നാണെന്നറിയോ? ഓക്കെ, പിള്ളേർ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേർ നമ്മുടെ ചെറിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം സമ്മാനം പറഞ്ഞാൽ ഓക്കെ ഒരു ചെറിയ സമ്മാനം 2 പേരും കൂടെ വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാനിപ്പോൾ ഒരു ഓടി കേൾപ്പിക്കും. അപ്പോൾ അതേ സിനിമയിലാണെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. വേറെ ആരും പറയല്ലേ, വേറെ ആരും പറയരുത്. ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട്. വേറെ ആരും പറയരുത്. നമുക്ക് ഈ ചേട്ടൻ തന്നെ ഉത്തരം പറയിപ്പിക്കണം കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയാം, എന്നാലും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ചേട്ടൻ്റെ ടൈം സ്റ്റാർട്ട് നാവും. ഞാനിപ്പോൾ ഓടി കേൾപ്പിക്കും, കേട്ട് പറയണം. മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നാണ് പടത്തിൻ്റെ പേര്. കറക്റ്റ് തന്നെയായിരിക്കും. റാഞ്ചിറ സ്പീക്കിംഗ്. ഓർപ്പിക്കും. ആരാ പറയുന്നറിയോ? മാമുക്കയ. ആരോട് പറയുന്നറിയോ? സായികുമാറിനാണോ? മുകേഷും സായികുമാറും. ഉറപ്പാണോ? ഒരാൾ വരുമോ? ആരോട് പറഞ്ഞേ? മുകേഷിനോടാണോ സായികുമാറിനോടാണോ പറഞ്ഞത്? ആരാണ് ആ പടത്തിൽ മാമുക്കേനോട് പൈസ കടം മേടിച്ചത്? ആ പടം കണ്ടിട്ടുണ്ടോ? സായികുമാറെ കടമഞ്ചേരി. ഓക്കെ, അപ്പോൾ ആരോടായിരിക്കും പറയുന്നത്? ഓക്കെ, ആ ഉത്തരം ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉത്തരം കറക്റ്റാണോ? ഉത്തരം പറഞ്ഞത് കറക്റ്റാണോ? ഉത്തരം കറക്റ്റാണോ? അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാം. സമ്മാനോടെ ഓക്കെ, നമ്മുടെ സ്നേഹത്തിന്റെ ചെറിയൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു. ബൈ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതുന്നു. മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാകും, അത് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ എല്ലാവരിലും ഞാൻ എത്തട്ടെ. സോ ഇത്രയേ ഉള്ളൂ. മിസ്റ്റേക്സ് അടുത്ത പ്രാവശ്യം കൂടുതൽ ബെറ്റർ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.